എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്ന വെണ്ടക്ക ഫ്രൈ അല്ലെങ്കിൽ വെണ്ടക്ക മെഴുക്ക് പുരട്ടിയാണ് ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഏകദേശം ഒരു 250 ഗ്രാം വെണ്ടക്ക എടുത്തിട്ടുണ്ട്. വെണ്ടക്ക ആദ്യം ഒന്ന് കഴുകിയതിന് ശേഷം നീളത്തിലോ വട്ടത്തിലോ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ നീളത്തിലാണ് അരിയുന്നത്. വെണ്ടക്ക എപ്പോഴും കഴുകിയതിന് ശേഷം മാത്രമാണ് അരിഞ്ഞെടുക്കേണ്ടത്. വെണ്ടയ്ക്കയുടെ 2 ഭാഗവും ചെത്തിക്കളയണം. തലയും വാലും ചെത്തിക്കളയാന്ന് പറയും. 2 ഭാഗവും ചെത്തിക്കളഞ്ഞതിന് ശേഷം വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ അരിയാം, നീളത്തിൽ അരിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ അരിയാം. വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ വെണ്ടയ്ക്കയുടെ കൂടെ നമ്മൾ ആകെ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് സവാളയും പച്ചമുളകും കറിവേപ്പിലയാണ്. അപ്പോൾ സവാള ഇത്രയും വെണ്ടയ്ക്കൊക്കെ എടുക്കുമ്പോൾ ഒരു വലിയ സവാള എടുക്കാം, അല്ലെങ്കിൽ മീഡിയം സൈസ് ആണെങ്കിൽ 2 ചെറിയ സവാള എടുക്കാവുന്നതാണ്. സവാള കൂടുന്തോറും ഈ ഒരു മെഴുക്ക് പുരട്ടിയുടെ ടേസ്റ്റ് കൂടും എന്നാണ് പറയുന്നത്. അതുപോലെ ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളക് കൂടി എടുത്ത് വയ്ക്കാം. ഞാനിവിടെ 1 എടുത്തിട്ടുള്ളത്. പച്ചമുളകിന് നല്ല എരിവുണ്ട്. ചുവട് കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെണ്ടക്ക അതേപടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് വെണ്ടയ്ക്ക ഈ ഒരു വെളിച്ചെണ്ണയിൽ നല്ലോണം വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചെറുതായി അരിഞ്ഞതുകൊണ്ട് തന്നെ അധികം വേവ് ഉണ്ടാവില്ല. ഉപ്പ് കൂടി ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വെണ്ടയ്ക്ക നന്നായി വഴണ്ടതിന് ശേഷം സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ നീളത്തിൽ കനം കുറച്ച് തന്നെ സവാള അരിയാൻ ശ്രദ്ധിക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി നെടുവെ കീറിയത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. 2 തണ്ട് കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് പൊടികളായിട്ട് ആകെ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമാണ്. അടച്ച് വെച്ച് ചെറിയ തീയിൽ ഒരു 3 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും. ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. സവാള ഒന്നങ്ങ് സോഫ്റ്റായി വന്നാൽ മതി. ഒരുപാടങ്ങ് സവാള വെന്ത് കളറൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നാൽ മതി. അത് തന്നെയാണ് ഇങ്ങനെ എടുക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് ഉണ്ടാവുക. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറി ഒന്നങ്ങ് ഫ്രൈ ആവുന്ന ഒരു 2 മിനിറ്റ് കൂടി വെച്ച് കൊടുത്താൽ ഇത് തയ്യാറായിട്ടുണ്ടാവും. ഒരുപാട് നേരമൊന്നും ആവില്ല. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഒരു വട്ടമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് റെസിപ്പീസായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.